ഹലോ ഫ്രണ്ട്സ്, ബ്യൂട്ടി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ പല പണികൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്ലോയിങ്ങും ബ്രൈറ്റ്നസ്സും നമ്മുടെ ഫേസിന് കൊണ്ടുവരുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പം കാണുന്നത് നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ടാണ്. ഞാനകത്ത് യാതൊരുവിധ ഫിൽറ്ററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് ക്രീമുകളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഡയറക്റ്റ് വന്നിട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു ഗ്ലോയിങ്ങും ബ്രൈറ്റ്നസ്സും ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഈ കാണിച്ച പോലത്തെ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു പെർമനൻറ്റ് റിസൾട്ടാണ്. ഈ ഒരു റിസൾട്ട് ഫെയ്ഡായി പോകുന്നതൊന്നുമല്ല. അപ്പോൾ ഒരുപാട് പേർക്ക് പരാതിയുള്ളൊരു കാര്യമാണ് ഇത്തരം ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഫെയ്ഡായി പോകുന്നു. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും ഈ ഒരു കിട്ടുന്ന റിസൾട്ട് ഫെയ്ഡായി പോകത്തില്ല. ഇത് പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ തരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ഫേസ് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് റൈസാണ്. അപ്പോൾ ഒരു കൊറിയൻ ഗ്ലോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഫേസ് പാക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊറിയക്കാരൊക്കെ അവരുടെ ആ ഒരു സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റൈസ്. അപ്പോൾ നിങ്ങൾ വൈറ്റ് റൈസ് തന്നെ എടുക്കുക. വൈറ്റ് റൈസ് എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുള്ള വൈറ്റ് റൈസാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു റൈസ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ കിട്ടാനും നല്ലപോലെ വൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്ന് എന്നും യങ് ആയിട്ട് നിൽക്കാനും നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാനിവിടെ റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫേസിലേക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റൈസിൻ്റെ അളവ് കൂടുതൽ എടുക്കുക. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ അരച്ചിട്ടാണ് ഫേസ് പാക്ക് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റൈസ് അരച്ചത് നമുക്ക് 2-3 ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 2-3 ദിവസത്തേക്ക് എത്ര അളവിൽ വേണോ അത്ര അളവിൽ നിങ്ങൾക്ക് റൈസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് റൈസ് അരയ്ക്കാനായിട്ട് വേണ്ടത് പാലാണ്. അപ്പോൾ പച്ചപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാച്ചിയ പാലല്ല നമുക്ക് ആവശ്യം, പച്ചപ്പാലാണ്. അപ്പം പാല് അലർജി ഉള്ളവർക്ക് തൈര് എടുക്കാം. തൈരും അലർജി ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് അലോവേര ജെൽ എടുക്കാം. അലോവേര ജെൽ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെ എടുക്കണം. കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ലിന് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പാല് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ചെയ്യാനും നല്ലപോലെ ക്ലീൻ ആവാനും അതുപോലെ തന്നെ നല്ലപോലെ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ പാലും തൈരും കൂടെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ചെടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു ഫേസ് പാക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു തരി പോലും ഇല്ലാതെ നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു നിങ്ങൾ ഇതിലേക്ക് നമുക്കിനി മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്ന ബീട്രൂട്ട് പൗഡറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് പൗഡറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കാം. ബീട്രൂട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല റിസൾട്ട്. അതായത് ഇപ്പം നമുക്ക് ഈ ഒരു പൗഡർ ഉപയോഗിച്ച് കിട്ടുന്നതിനേക്കാളും ഒരു ഷെയ്ഡ് കൂടുതൽ കിട്ടുന്നത് ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് ചോറിന് നമുക്കൊരു ഒരു പകുതി ബീട്രൂട്ട് മുറിച്ചിട്ട് അതിനെ വീണ്ടും നടുക്കൂടെ ഒന്നുകൂടെ മുറിക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഒരു ചെറിയ കഷ്ണമാക്കുമ്പോൾ ഉള്ള ആ ഒരു അളവ് മതി നമുക്ക് ഈ ഒരു 1 കപ്പ് അളവ് ചോറിന്. നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ ഭാഗം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. എന്തായാലും ഒരു മുഴുവൻ ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല, അത്രയും ബീട്രൂട്ട് എടുക്കരുത്. ഒരു ചെറിയ അളവിൽ മാത്രം ബീട്രൂട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു റൈസ് അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബീട്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ സമയത്ത് അരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൗഡറായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി.
എല്ലാം കൂടെ ചിലപ്പോൾ മിക്സാക്കി വെച്ചാൽ 2-3 ദിവസം നിൽക്കുമെന്ന് തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഞാനിങ്ങനെ ബീട്രൂട്ട് പൗഡർ മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഈ റൈസ് മാത്രമായിട്ടാണ് നമ്മൾ അരച്ച് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2-3 ദിവസം, ഒരു 4 ദിവസം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ബീട്രൂട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ റൈസ് അരച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ നിങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കൂട്ടിയെടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ്. ഹണി ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പം നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫേസിൽ കുറച്ച് പാടൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഫേഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഹണിയൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഫേസിൽ നല്ലപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫേസ് നല്ലപോലെ കഴുകിയതിന് ശേഷം മാത്രം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം കുറേ പേർക്ക് പറയുന്ന പ്രശ്നമാണ് ഇത്തരം ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ട് പെട്ടെന്ന് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈവനിങ് ടൈമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പകൽ സമയങ്ങളിലൊന്നും ഇത്തരം ഫേസ് പാക്കുകളൊന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഫേസ് പാക്കുകളൊക്കെ ആയതുകൊണ്ട് ഇത് നമ്മൾ ഇത്തരം ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു റിസൾട്ട് പെട്ടെന്ന് തന്നെ ഫേഡായി പോകും. അപ്പോൾ ഇതുപോലത്തെ ഫേസ് പാക്കിൻ്റെ റിസൾട്ട് പെർമനൻ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കുറച്ച് മെനക്കെടണം. അങ്ങനെ മെനക്കെട്ടാൽ അത് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് എത്ര കാലത്ത് വേണമെങ്കിലും അത് ഫേഡായി പോകാതിരിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈവനിങ് ടൈമിൽ നിങ്ങൾ ഇത്തരം ഫേസ് പാക്കുകളൊക്കെ ഇടുക. എന്നിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ നേരിട്ട് പോയി വെയിൽ കൊള്ളരുത് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട ഉടനെയൊന്നും. അതിനാണ് ഈവനിങ്ങിൽ ഇടാനായിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞത്. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നാച്ചുറലായിട്ട് ഉണങ്ങാനായിട്ടുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കുക. ഫാനിൻ്റെ കീഴിലൊക്കെ ഇരുന്ന് ഉണക്കിയെടുക്കരുത്. അങ്ങനെ ഉണക്കിയെടുത്താലും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഇതിന് ഇതുപോലത്തെ ഫേസ് പാക്കുകളൊക്കെ ഒരു 10-15 മിനിറ്റ് സമയം എടുത്ത് തന്നെ നിങ്ങൾ ഉണക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ പതിയെ പോയി അത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു നല്ല മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കുക. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ബോഡി ലോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാം. വൈറ്റനിങ് ക്രീമുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമുകളാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലൊക്കെ ഉപയോഗിക്കാം, റോസ് വാട്ടർ ഉപയോഗിക്കാം. എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. എന്തെങ്കിലും ഒരു സിമ്പിൾ ബോഡി ലോഷനായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഞാൻ ആയുറിൻ്റെ ക്രീമൊക്കെ ആയിരുന്നു നേരത്തെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലുകൾ ഉപയോഗിക്കാം. ബദാം ഓയിലോ കോക്കനട്ട് ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിലുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഡ്രോപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലൊക്കെ ആയിരുന്നു, കോക്കനട്ട് ഓയിലും അതുപോലെ ആയുറിൻ്റെ ബോഡി ലോഷനൊക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നല്ല ഓയിലി സ്കിന്നുകാരാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഒരു ഡ്രോപ്പ് കോക്കനട്ട് ഓയിൽ എടുക്കുക, അതിലേക്ക് ഒരു ഡ്രോപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. കാരണം എൻ്റെ ഫേസ് നല്ല ഓയിലി ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഫേസിലൊക്കെ ഓയിലൊക്കെ ഇടുമായിരുന്നു, എനിക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓയിലി ഫേസ് മാറാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ഫേസ് പാക്കുകളുണ്ട്. ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഫേസ് പാക്കുകൾ നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണയെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഫെയ്ഡ് ആകാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയാം. അപ്പോൾ ഇതിപ്പം കഴുകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ നല്ലപോലെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മുടെ ഫേസ് ടൈറ്റ് ആക്കും. അതുകൊണ്ട് ആദ്യമേ വെള്ളം വെച്ചൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം സർക്കുലർ മോഷനിൽ പതിയെ വേണം ഇത് റിമൂവ് ചെയ്ത് കളയാനായിട്ട്. ധൃതി പിടിച്ച് ഇത് വാഷ് ചെയ്ത് കളയരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഗ്യാരണ്ടി റിസൾട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ഡെയിലി വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് ഞാൻ ഒരു തരത്തിലുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകളോ ഒന്നും ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു ഫേസ് പാക്ക് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞതേ ഉള്ളൂ. ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ലൊരു ഗ്ലോ ഉണ്ട്, നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആകാൻ നിങ്ങൾക്ക് തന്നെ
നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു റിസൾട്ട് കണ്ട് നിങ്ങൾ തന്നെ എന്തായാലും ഞെട്ടും. അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.